എനിക്ക് മനസ്സിലായി പൈസ പോയി. ഇന്ന് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി. സാധനം വാങ്ങി ബില്ലടിച്ചു. പാർക്കിങ്ങിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ബില്ലൊക്കെ നോക്കി. ബില്ല് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റിന് പഴയ MRP ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ GST ഒക്കെ പുതുക്കിയല്ലോ, കുറച്ചൊരു സാധനത്തിന് വില കുറച്ച് കുറഞ്ഞു. ഞാൻ മേടിച്ച പ്രൊഡക്റ്റിനകത്ത് പഴയ MRP പുതിയ MRP എന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ വില കണ്ടിട്ടാണ് ഞാൻ സാധനം മേടിച്ചത്. ആക്ച്വലി വില കൂടിയ റേറ്റ് വെച്ചിട്ട് ബില്ലടിച്ച് വെച്ചേക്കണം. എനിക്ക് മനസ്സിലായി പൈസ പോയി. ഏതാണ്ട് 100 രൂപയോളം വ്യത്യാസമുണ്ട് പഴയതും പുതിയതുമായിട്ട്. അപ്പൊ നേരെ പോയി അവരുടെ അടുത്ത് പോയി സംസാരിച്ചപ്പം അവർക്ക് മനസ്സിലായി അവരുടെ സൈഡിൽ നിന്നുള്ള തെറ്റാണെന്ന് മനസ്സിലായി. വില വ്യത്യാസത്തിനുള്ള ഒരു വൗച്ചർ എനിക്ക് തന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന സാധനം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആ സാധനം നോക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ 100 രൂപ നഷ്ടമായേനെ. നമ്മൾ ബ്ലൈൻഡായിട്ട് ബില്ലടിച്ചു, ഓക്കെ ബില്ലിനകത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. ഒരു 5 സെക്കൻഡ് എടുത്ത് ചുമ്മാ ഒന്ന് നോക്കിക്കോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ നോക്കിയില്ലായിരുന്നു എനിക്ക് ഏകദേശം ഒരു 100 രൂപ എനിക്ക് അവിടെ നഷ്ടമായേനെ. എനിക്കൊരു 100 രൂപയ്ക്ക് സാധനം മേടിക്കാമല്ലോ. സിമ്പിൾ. ഒരു മടിയും വിചാരിക്കേണ്ട. പൈസ നമ്മുടേതാണ്. നമ്മൾ നോക്കിയാൽ നമുക്ക് കൊള്ളാം.